ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വേനലിന് ഒരു അവസാനം കണ്ടിരിക്കുകയാണ്. കാര്യം നമ്മളിപ്പോൾ മഴക്കാലത്തേക്ക് കയറിയിരിക്കുകയാണ്. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ തണുത്ത കാര്യങ്ങളൊന്നും വലിയ അത്യാവശ്യമല്ല. പക്ഷെ വേനൽക്കാലത്ത് നമ്മൾക്ക് ഒരുപാട് ഫ്രഷ് ജ്യൂസ് ആയിട്ടും അല്ലെങ്കിൽ പലതരം മിൽക്ക് ഷേക്സ്, പലതരം ഫ്രൂട്ട്സ് കൊണ്ടുള്ള വിഭവങ്ങൾ, ഇതൊക്കെ കഴിക്കാൻ, ഐസ്ക്രീംസ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമായിരുന്നു. എന്നാലും മഴക്കാലത്ത് ഇത്തരം കാര്യങ്ങളോടുള്ള കമ്പം കുറഞ്ഞു വരും. എന്നാലും ഏത് സമയത്തും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് അല്ലെങ്കിൽ ഒരു മധുരമാണ് പേസ്ട്രീസ്. പലതരം പേസ്ട്രീസ്, പുഡിങ്സ്, അതൊക്കെ തന്നെ. ഒരു പക്ഷേ ഐസ്ക്രീമിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പല വെറൈറ്റി ആയിട്ടുള്ള പുഡിങ്സ് ആണ്. അപ്പോൾ പേസ്ട്രീസിന്റെ കൂട്ടത്തിൽ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മാജിക് അവനിലൂടെ തന്നെ നമ്മൾ ചില പേസ്ട്രീസ് പരീക്ഷിച്ചിട്ടുമുണ്ട്. അത്തരം ഒരു പേസ്ട്രിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊരു ഫ്ലാനാണ്, ഫ്രൂട്ട് ഫ്ലാൻ. അതായത് ഒരു കേക്ക് ഉണ്ടാവും, കേക്കിനോടൊപ്പം വേറെയും കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലെയർ ചെയ്തിട്ട് ഒരു പേസ്ട്രി ഐറ്റം, ഫ്രൂട്ട്സും എല്ലാം ചേർന്ന് വരുന്നത്. അങ്ങനെ ഫ്രൂട്ട് ഫ്ലാൻ. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പോഞ്ചിന് വേണ്ട ചേരുവകൾ: മൈദ മാവ് 2 കപ്പ്, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സോഡാപ്പൊടി 1 ടീസ്പൂൺ, നാരങ്ങാ നീര് 1 ടേബിൾ സ്പൂൺ, ഓറഞ്ചിന്റെ നീര് 1/4 കപ്പ്, ഉപ്പ് 1/4 ടീസ്പൂൺ, സോർ മിൽക്ക് 1/2 കപ്പ്, തിളച്ച വെള്ളം 1/4 കപ്പ്, എണ്ണ 1/2 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. ഇനി ഫില്ലിങ്ങിന് വേണ്ട ചേരുവകൾ: മിൽക്ക് മെയ്ഡ് 1 ടിൻ, നാരങ്ങാ നീര് 2 ടേബിൾ സ്പൂൺ, നാരങ്ങയുടെ തൊലി ചുരണ്ടിയത് 1 ടീസ്പൂൺ, ജലാറ്റിൻ 2 ടേബിൾ സ്പൂൺ, തണുത്ത വെള്ളം 1/2 കപ്പ്, ഫ്രഷ് ക്രീം 1/2 കപ്പ്, വിപ്പിംഗ് ക്രീം 1 കപ്പ്, മിക്സ്ഡ് ഫ്രൂട്ട്സ് ആപ്പിൾ, സ്ട്രോബെറി, മാംഗോ. അപ്പൊ നമുക്ക് ഫ്രൂട്ട് ഫ്ലാൻ തയ്യാറാക്കാം. ഫ്രൂട്ട് ഫ്ലാൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലാൻ ടിൻ എന്ന് പറഞ്ഞൊരു ടിന്ന് വാങ്ങാൻ കിട്ടും. അതായത് നടുക്ക് ഭാഗത്ത് കുറച്ച് കുഴിഞ്ഞിട്ട് ചുറ്റോട് ചുറ്റും ഇച്ചിരി റേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് പൊങ്ങിയിരിക്കുന്ന രീതിയിലുള്ള കേക്ക് ടിൻ, അത്തരം മോൾഡ് വാങ്ങാൻ കിട്ടും. അത്തരം കിട്ടുകയാണെങ്കിൽ, അതായത് അങ്ങനെ ഒരു കേക്ക് പോലെ ഉണ്ടാക്കില്ല, ആ കേക്കിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പ് ആയിരിക്കും, പക്ഷെ ഉള്ളിലെ നടുക്ക് ഭാഗത്ത് കുറച്ച് താഴ്ചയായിട്ടുണ്ടാവും, കുറച്ചൊരു കുഴി മാതിരി ഉണ്ടാവും. അപ്പൊ അതിന്റെ അകത്താണ് സാധാരണ ഫില്ലിംഗ് എല്ലാം നിറച്ചിട്ട് അതിൽ കുറെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടാണ് ഇങ്ങനെ ഫ്രൂട്ട് ഫ്ലാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾക്ക് എപ്പോഴും അങ്ങനത്തെ ഈ ഫ്ലാൻ ടിന്ന് എല്ലാവർക്കും കിട്ടണം എന്നില്ല. പിന്നെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചെയ്യാലോ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങളോടുകൂടി. അപ്പൊ ഈ ഫ്ലാൻ എന്ന് പറയുന്നത്, ഇതിപ്പോ ഞാനിവിടെ ഒരു സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് ആ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി അതിന്റെ മുകളിൽ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഫ്രൂട്ട്സ് കൊണ്ട് നമ്മൾ അലങ്കരിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം റെഡിയാണ്. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യണം. ഫില്ലിങ്ങിന് വേണ്ട ഒരു പ്രധാന കാര്യമാണ് ജലറ്റിൻ. ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ അത് ഉറച്ചു കിട്ടണം, നല്ല ഒരു ഉറപ്പുണ്ടാകണം. അതിന് ജലറ്റിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമം. അപ്പൊ ആ ജലറ്റിൻ കുതിരാനായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മാറ്റിവെക്കാം. അത് ആദ്യമേ ചെയ്യാം. അപ്പൊ ഒരു 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ നമ്മൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പോളം ഐസ് വാട്ടർ, തണുത്ത വെള്ളം, ഏകദേശം 1/2 കപ്പ് എന്ന് പറയാം, ഒഴിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കും. ഇനി നമുക്ക് സ്പഞ്ച് കേക്കിന്റെ കാര്യങ്ങൾ തയ്യാറാക്കി തുടങ്ങാം. സ്പഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ മൈദ മാവ് 2 കപ്പാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 240 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് മൈദ മാവ്. അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത് അളന്ന് വെച്ചതാണ്, 1 ടീസ്പൂൺ. പിന്നെ അതുപോലെ തന്നെ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡാപ്പൊടിയും 1 ടീസ്പൂൺ. രണ്ടും ഒരേ അളവ് തന്നെ ഉപയോഗിക്കും. 1 ടീസ്പൂൺ സോഡാപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇത്രയും കാര്യം ചേർക്കുക. എന്നിട്ട് ആദ്യം സ്പൂൺ കൊണ്ട് നമ്മളൊന്ന് യോജിപ്പിക്കും. എന്നിട്ട് ഇനി നമുക്കൊരു അരിപ്പയിൽ കൂടി ഒന്ന് ഇടഞ്ഞെടുക്കാം. അപ്പൊ അത് കുറച്ചുകൂടി ഈവൻ ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ, എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഒന്നുപോലെ ഇങ്ങനെ യോജിച്ച് കിട്ടും. മൈദ മാവ് 2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സോഡാപ്പൊടി 1 ടീസ്പൂൺ, ഒരു വലിയ നുള്ള ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ഉള്ളത്. അപ്പൊ ഇടയിലിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് അപ്പൊ മൈദ മാവ് ഇടഞ്ഞായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, ഓരോന്നോരോന്നായിട്ട് ചേർത്ത് നമുക്ക് യോജിപ്പിക്കാം. അപ്പൊ പൊടിച്ച പഞ്ചസാരയും കൂടി ഈ മാവിന്റെ കൂടെ ചേർക്കാം. ഇപ്പൊ എല്ലാം ഒരു ഡ്രൈ ഫോമിലാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. അതായത്
സാധാരണ നമ്മൾ പൊടിച്ച പഞ്ചസാര, വെണ്ണയുടെ കൂടെ യോജിപ്പിച്ച് നല്ലതായിട്ട് അടിച്ചു പതപ്പിച്ചൊക്കെ അല്ലേ കേക്ക് തയ്യാറാക്കുന്നത്. ഇതിലൊരു വ്യത്യാസം. ഇനി എന്താ വേണ്ടേ? ഇനി നമ്മൾ ഇതിൽ വെണ്ണയല്ല ചേർക്കുന്നത്. വെണ്ണ വേണമെങ്കിൽ വെണ്ണ ചേർക്കാം, പക്ഷെ വെണ്ണ വേണ്ട, നമുക്ക് എണ്ണ ചേർക്കാം. സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും തരം വെജിറ്റബിൾ ഓയിൽ. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ്. ഇത് അര കപ്പ് എണ്ണ. അരക്കപ്പ് എണ്ണ ചേർത്ത് ചെറുതായിട്ടൊന്നിങ്ങനെ യോജിപ്പിക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ എണ്ണ ഒന്ന് ഈ മാവിലൊക്കെ ഒന്ന് പുരണ്ടു വരും. ആ ഒരു രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കുറേ കാര്യങ്ങൾ ചേർക്കാൻ പോവാണ്. നടുക്കൊരു കുഴി ഉണ്ടാക്കാം. അപ്പോൾ ഇത് എഗ്ലെസ് ആണ്. സാധാരണ സ്പഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ധാരാളമായിട്ട് നമുക്ക് മുട്ടയുടെ ഉപയോഗമുണ്ട്. എഗ് വൈറ്റ് വേണമോ, അങ്ങനെ ഒരുപാട് മുട്ടയുടെ വെള്ളയൊക്കെ വെച്ചിട്ടാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് സാർ മിൽക്കാണ്. സാർ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ പുളിയില്ലാത്ത തൈരെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് ഒരല്പം തൈര് ഒഴിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, ഒരു കേർഡിൽഡ് ആയിട്ട്, അതായത് ഒന്ന് പിരിഞ്ഞ് ഒരു തൈരിന്റെ പോലെ ആയി വരും. അതും നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ നടുക്കായിട്ട് ഒഴിക്കാം. അതിനോടുകൂടി എന്തൊക്കെ ചെയ്യാൻ പോണേ? ഇനി നാരങ്ങാനീര് ഒരു വലിയ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും, പിന്നെ വേണ്ടത് ഓറഞ്ചിന്റെ നീര് ഏതാണ്ടൊരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ്, പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ. അപ്പൊ നമ്മളുടെ കുറെ കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. ഓറഞ്ച് ജ്യൂസ് ചേർത്തു, നാരങ്ങാനീര് ചേർത്തു, സാർ മിൽക്ക് അതായത് അധികം ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈര് ചേർത്തു 1/2 കപ്പ്. ഇനി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം 1/4 കപ്പ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ആദ്യം 1 കപ്പ് ഒഴിക്കാം, എന്നിട്ട് നമുക്കൊന്ന് ബീറ്റാം. ഒരുപാട് പതപ്പിക്കണം എന്നില്ല, ഒന്ന് യോജിപ്പിക്കാം. ഏകദേശം 1-1.25 കപ്പ് മതിയാവും. ഒരുപാട് പതപ്പിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഒരു എന്താ പറയുക 2-3 മിനിറ്റ് സമയം മതിയാവും. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. ബാറ്റർ ഇവിടെ റെഡിയാണ്, കേക്കിന്റെ ബാറ്റർ. ഇത് മുട്ട ചേർക്കാത്ത സ്പഞ്ച് കേക്കാണ്. ഇനി വേറെ ഒന്നുമില്ല, ഒരു കേക്ക് ടിൻ എടുക്കുക. അപ്പോൾ ഒരു കേക്ക് ടിന്നിന്റെ ഉൾഭാഗം ഇങ്ങനെ ആയിരിക്കണം. പ്രിപ്പയർഡ് കേക്ക് ടിൻ എന്ന് പറയുമ്പോൾ അതായത് അകത്ത് വെണ്ണ തടവി അതിൽ മൈദ ഇങ്ങനെ തൂവി എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കിയിട്ട് തട്ടിയെടുക്കുക. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ കേക്കിന്റെ ബാറ്റർ ഒഴിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു എന്താ പറയാ, ഇത്ര എടുത്തിരിക്കുന്ന ബാറ്റർ ഈ പാത്രത്തിന് അധികമാണ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഏതാണ്ട് ഒരു 1/4 ഭാഗമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ ബാക്കി ഒരു 1/4 ഭാഗത്തോളം കലക്കിയ ബാറ്റർ ബാക്കിയുണ്ട്. ഇതിനെക്കാട്ടി കുറച്ചുകൂടി ചെറിയൊരു മോൾഡിലേക്ക് വേണമെങ്കിൽ ബാക്കിയിരിക്കുന്ന ബാറ്റർ ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു സ്പഞ്ചും കൂടി തയ്യാറാക്കാൻ സാധിക്കും. കാര്യം ഇതെന്തായാലും ഇച്ചിരി പൊങ്ങി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സൈസ് സ്പഞ്ച് കിട്ടും. കേക്ക് അതിന്റെ മേളിലാണ് നമുക്ക് ഫില്ലിംഗ് വെക്കേണ്ടത്. അപ്പൊ ഫില്ലിങ്ങിനുള്ള സ്പേസ് അല്ലെങ്കിൽ സ്ഥലം നമ്മൾ ബാക്കി വെച്ചേക്കണം. ഇനി നമ്മൾ ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്യും. എന്നിട്ട് ഇലക്ട്രിക് അവനിലേക്ക് മാറ്റും. ഒരു 35 മിനിറ്റ് സമയം, 30 മുതൽ 35-40 മിനിറ്റ് സമയം വരെ എടുക്കും. 180 ഡിഗ്രി ചൂടിൽ നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും കേക്ക് നന്നായിട്ട് പൊങ്ങി വരും, ആവശ്യത്തിന് പൊങ്ങി വരും. നമുക്ക് ആവശ്യമുള്ളൊരു സ്പഞ്ച് കേക്ക് ഇവിടെ റെഡിയാകും. അപ്പോൾ ഒരു 30 to 40 മിനിറ്റ്സ്. അപ്പോൾ 30 മിനിറ്റ് തൊട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങണം. അപ്പോൾ നമ്മളുടെ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യും.